സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നോട് ഒരു സാർ പറഞ്ഞു, ഇത് എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്, നമ്മൾ അപ്പീലിന് പോയാലേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ കാരണം പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും വലിയ വിമർശനം. കണ്ണ് നിറഞ്ഞ ഒരു സീൻ പറയുവാണെങ്കിൽ ബെന്നി ചേട്ടൻ ഏതായിരിക്കും? എൻ്റെ കണ്ണ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ല അതെന്താ വെച്ചാൽ ആൾക്കാരിപ്പോൾ പറയുന്ന കാര്യം, മുമ്പ് ഈ സിനിമ കണ്ടിരുന്നു എന്ന് കണ്ടു. അത് സെൻസറിന് ശേഷമാണ് കണ്ടത്, സെൻസറിന് മുമ്പാണ് കണ്ടത്? ഹക്കീം എന്നൊരു കഥാപാത്രം അല്ലേ? ഹക്കീം എന്നൊരു കഥാപാത്രം നമ്മൾ സിനിമയിൽ കാണുന്നു. ഹക്കീം എന്നൊരു കഥാപാത്രം എവിടെയാണ്? പക്ഷെ മഞ്ഞയിൽ മരണങ്ങളുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ആടുജീവിതത്തേക്കാളൊക്കെ വലിയ നോവലാണ്. അത് ഒരു സിനിമയാണ്. ഒന്ന് ചോദിക്കാമായിരുന്നു, അതൊരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു അല്ലേ? ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് പമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, the cooling expert. നമസ്കാരം. ആടുജീവിതം സൂപ്പർ ഹിറ്റായിട്ട് തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കണം. ഭയങ്കര സന്തോഷമുള്ള ഒരു മാസമാണ്. കാരണം സിനിമാ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്കുമുണ്ട്. അതിൻ്റെ പങ്കാളി എന്ന നിലയിൽ ബെന്യാമിനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറേ ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ശ്രമിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഓടി നടക്കുന്നതല്ല, ഞാൻ നാട്ടിൽ പത്തനംതിട്ടയാണല്ലോ, പലപ്പോഴും നമുക്ക് ഇവിടെ വരെ വരാനുള്ള സൗകര്യക്കുറവ് കൊണ്ടാണ്. അല്ലാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് പിന്നെയും പോകും. അതാ പറഞ്ഞു, ഇവിടെ വരുന്നത് എന്തെങ്കിലും ഒരു പരിപാടിയുമായിട്ട് ആവശ്യപ്പെട്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കിലേക്ക് പോകുന്നത് കൊണ്ടാണ്. ഒരിക്കലും ഇത്രമാത്രം ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ താങ്കൾ? സിനിമയ്ക്ക് ഒരു നല്ല വിജയം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇത്രയും നാൾ അവരെടുത്ത ഒരു എഫേർട്ടൊക്കെ സക്സസ് ആവുമെന്നും, പിന്നെ ഞാൻ റിലീസാവുന്നതിന് മുമ്പ് പടം കണ്ടപ്പോൾ അതൊരു നല്ല പടമാണ്. ഞാൻ തിയേറ്ററിൽ പോയി സ്ഥിരമായിട്ട് പടം കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടപ്പോൾ ഒരു നല്ല പടമാണ്, ഇത് തിയേറ്ററിൽ ആൾക്കാർ സ്വീകരിക്കും എന്നൊക്കെ ഒരു വിശ്വാസം എനിക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മളുടെ ഒരു വിചാരത്തിനനുസരിച്ച് തന്നെ സിനിമ വന്നിട്ടുണ്ട്, ആൾക്കാർ അത് സ്വീകരിക്കുന്നു, നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പുസ്തകം വായിക്കാത്തവരായിട്ട് മലയാളികൾ വളരെ ചുരുക്കമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല, പുസ്തകം വായിക്കാത്തവരാണ് ഏറെ. കാരണം പിന്നെ തീർച്ചയായിട്ടും, കാരണം ആ പുസ്തകം ഇപ്പോൾ പറയുന്നത് 2.5 ലക്ഷം കോപ്പിയാണ് വിറ്റത്. അങ്ങനെ 2 ലക്ഷം കോപ്പി വിറ്റാൽ ഒരു പുസ്തകം 4 പേര് വായിച്ചെന്ന് വിചാരിച്ചു. എന്നാലും 10 ലക്ഷം ആവുന്നുള്ളൂ. 3.5 കോടി ജനങ്ങളിൽ 10 ലക്ഷം എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. എന്ന് മാത്രമല്ല, സിനിമാ പ്രേക്ഷകരുടെ മൊത്തം അളവ് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഒരു തിയേറ്ററിൽ 400 പേര് കാണുന്നെങ്കിൽ ചിലപ്പോൾ അതിനകത്തൊരു 40 പേരായിരിക്കും പുസ്തകം വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുസ്തകം വായിച്ചവരുടെ അളവ് കൂടുതലാണെന്ന് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ മൊത്തം കേരളത്തിൻ്റെ ജനതയെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പുസ്തകം വായിക്കാത്തവരാണ് കൂടുതൽ. പക്ഷേ ആ പുസ്തകം എഴുതുന്ന സമയത്തൊക്കെ ഒരിക്കലും ഒരു സിനിമ എന്നൊരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാൻ ഒരിക്കലുമില്ല. ആ ഒരു ചിന്താഗതിയിലേക്ക് വരുന്നത് എപ്പോഴാണ്? സിനിമയാകണം, ഇത് സിനിമ ആവണമെന്ന് ഞാൻ തീരുമാനിച്ചതല്ല. അത് സിനിമയുടെ ബന്ധപ്പെട്ട പ്രവർത്തകർ എന്നെ സമീപിച്ചു തുടങ്ങിയപ്പോഴാണ് അത് സിനിമയാവാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയത്. പലപ്പോഴും എൻ്റെ പല കഥകളും വായിച്ചിട്ട് സിനിമാ പ്രവർത്തകരായിട്ടുള്ള സംവിധായകരായിട്ടുള്ള പലരും വിളിച്ചിട്ട് പറയും, വീക്കിലികളിലൊക്കെ കഥ വരുമ്പോൾ വിളിച്ചിട്ട് പറയും, ഭയങ്കര സിനിമാറ്റിക്കാണ്, ഇതിനകത്തൊരു സിനിമയുണ്ട്, ഇത് ചെയ്യാൻ കൊള്ളാം എന്നൊക്കെ പറയുന്ന അതുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇതിനകത്ത് എന്ത് സിനിമാറ്റിക്കുള്ളത് എനിക്കറിയില്ല, ഞാനൊരു കഥ എഴുതി എന്നുള്ളതല്ല. അപ്പം അവർക്കറിയാം, അവരൊരു കഥ വായിക്കുമ്പോൾ ഇതിനകത്ത് എന്തുമാത്രം സിനിമാറ്റിക്കാണെന്ന്. ഞാൻ സിനിമയിൽ ബന്ധപ്പെട്ട് നിൽക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്കത് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആടുജീവിതത്തെ സംബന്ധിച്ച് ആദ്യം സമീപിക്കുന്നത് ലാൽ ജോസാണ്. ലാൽ ജോസ് വന്ന് ഞാൻ ബഹറിലാണ്, ബഹറിൽ വന്ന് ദീർഘമായി സംസാരിച്ചു, നമുക്ക് പടം ചെയ്യാം എന്നൊരു ഏകദേശ ധാരണയൊക്കെ വളർത്തുന്നു. പക്ഷേ അപ്പോൾ അദ്ദേഹം ഈ അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് അപ്പോൾ പുറത്ത് വന്നതേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി അദ്ദേഹം ഒരു അറബ് കഥ ചെയ്തു. അപ്പോൾ പിന്നെ ഉടനെ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ കമലിൻ്റെ ഗദാമ വന്നു. ഗദാമയിൽ ഇതുപോലെ തന്നെ ഒരു കഥാപാത്രമുണ്ട്. അതോടുകൂടി ഈ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരു ചർച്ച പൊതുവെ സമൂഹത്തിലുണ്ടായി.
സിനിമ ആക്കാൻ ഇനി പറ്റില്ല എന്ന്. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അപ്പോഴാണ് ബ്ലസ്സി സാറ് എന്നെ സമീപിക്കുന്നത്, നമുക്ക് സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇത് ഞാൻ ലാൽ ജോസുമായിട്ട് ഓൾറെഡി സംസാരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സുഹൃത്തുക്കളാണ്, ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളവരാണ്. അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ശരി എന്നാൽ ബ്ലസ്സി ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ സിനിമയിലേക്ക് വരികയുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഞാൻ എങ്ങനെ ആഗ്രഹിച്ച് സിനിമ ആവണമെന്ന് ആഗ്രഹിച്ച് വന്നതല്ല. അത് യാദൃച്ഛ്യമായി എൻ്റെ അടുത്തേക്ക് വരികയും ശരി ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് അന്നൊന്നും ഒരിക്കലും സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല. അങ്ങനെ സ്വപ്നം കാണാനുള്ള പാങ്ങുള്ള ഒരാളായിരുന്നില്ല ഞാൻ. കാരണം ഞാൻ വളരെ വിദൂരമായി ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്ത് ഈ സമൂഹം, കേരളീയ സമൂഹത്തിലെ അതൊന്നുമായിട്ട് ബന്ധമില്ലാതെ ഒരു സിനിമാക്കാരെ എനിക്ക് പരിചയമില്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് സംബന്ധിച്ച് അതൊന്നും സ്വപ്നം കാണാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊക്കെ യാദൃച്ഛ്യമായി സംഭവിച്ചു പോകുന്ന കാര്യമെന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. സിനിമയിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയാണ്? സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ശരിക്കും ആടുജീവിതം അല്ലല്ലോ. അതാണ് അതിനു മുമ്പ് കഴിഞ്ഞ വർഷം ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയ, പലരും അത് കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്റർവ്യൂ എടുത്താണ്. അതെ. അപ്പോൾ ക്രിസ്റ്റിയുടെ തിരക്കഥയിൽ ഞാൻ ഇന്ദുഗോപനോടൊപ്പം സഹകരിച്ചു എന്നുള്ളതാണ്. ആ പടം തിയേറ്ററിൽ വലിയ രീതിയിൽ ഓടാത്തത് കൊണ്ടായിരിക്കും അത് ജനങ്ങൾ സ്വീകരിക്കാതിരുന്നത്. അത് അതിൻ്റെ സംവിധായകനായ ആൽവിൻ ഹെൻറി വന്നിട്ട് കഥ പറയുകയും, അപ്പം ഞാൻ കഥ കേട്ടപ്പം നന്നായിട്ട് തോന്നി. സ്വാഭാവികമായിട്ടും അപ്പോൾ എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദുഗോപനോടെ ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു തിരക്കഥ എഴുതുകയായിരുന്നു. അപ്പോൾ അതാണ് സിനിമയിലേക്കുള്ളൊരു എൻട്രി എന്ന് പറയുന്നത്. പക്ഷേ ആടുജീവിതത്തിലേക്കുള്ള കടന്നുവരവ് ഇതിൻ്റെ എത്ര നാളുകൾക്ക് മുമ്പ് പറയുന്നത്. മറ്റേത് വളരെ ചെറിയൊരു 4-5 മാസം കൊണ്ട് ചെയ്ത ഒരു ചെറിയ പ്രോജക്റ്റ് എന്ന നിലയിൽ ആണ് അത് കണ്ടത്. പക്ഷേ സിനിമയിലേക്ക് എൻട്രി എന്ന് പറയുന്നത് ആടുജീവിതം തന്നെയാണ്. ഇതിനോടൊപ്പം ഇപ്പോൾ 2018 തന്നെ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങി. അപ്പോൾ അതിന് എത്രയോ വർഷം മുമ്പ് നമ്മൾ ഇതിനോടൊപ്പം സഹകരിച്ച് നിൽക്കുകയാണ്. ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ ഒരു കഥ എഴുതുമ്പോൾ, ഇപ്പം പുസ്തകം എഴുതുമ്പോൾ നമ്മളിലായ കുറേ ഭാവനകൾ അതിനകത്ത് ചേർക്കും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ചേർത്തതിൽ ഈ സിനിമയിൽ നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ പുസ്തകം വായിക്കുന്നതും സിനിമ കാണുമ്പോഴായിട്ട് കുറേ കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ചേർത്തിട്ടുണ്ടോ താങ്കൾ? സിനിമയ്ക്ക് മുമ്പ് പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ ഭാവനയിൽ ഇത് നജീബിൻ്റെ, ഷുക്കൂറിൻ്റെ അല്ലെങ്കിൽ നജീബിൻ്റെ ജീവിതം തന്നെയാണ് എന്നാണ് പുസ്തകത്തിൻ്റെ അവസാന പേജിൽ പറഞ്ഞു വയ്ക്കുന്നത്. സിനിമ കഴിയുമ്പോൾ അതൊന്ന് മാറ്റി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റി പറയാനുള്ളത്? അങ്ങനെയല്ല, ഇത് പുസ്തകം ഇറങ്ങിയ കാലം മുതൽ തന്നെ എൻ്റെ ഏത് ഇൻ്റർവ്യൂ നിങ്ങളെടുത്ത് നോക്കിക്കോളൂ, ഞാൻ അത് വേണമെങ്കിൽ ഹൈദരാലിയെ വെല്ലുവിളിക്കാം. അല്ല, പുസ്തകത്തിൽ എഴുതിയത് അല്ലല്ല, പറയട്ടെ, ഞാൻ പറയട്ടെ. ഏത് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഈ ആടുജീവിതത്തിനകത്ത് ഫിക്ഷൻ ഉണ്ട്, 100% സത്യമല്ല. ഇപ്പോൾ പിന്നെ ആൾക്കാർ ചോദിക്കും പുസ്തകത്തിൻ്റെ പിന്നാമ്പുറത്ത് എഴുതി വെച്ചിരിക്കും, അതിനകത്തും നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മലയാളം കൃത്യമായി വായിക്കാത്തവരാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, എന്തായാലും ഏറെയൊന്നും വെച്ചുകെട്ടലുകൾ വേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് വെച്ചുകെട്ടലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു ഗ്ലാസ് നിറയെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു സാഹിത്യകാരൻ്റെ ഭാവനയിലാണ് എഴുതുന്നത്. അതായിരിക്കും മനസ്സിലാകാതെ ഏറെയൊന്നും വെച്ചുകെട്ടലുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് വെച്ചുകെട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് സാഹിത്യ ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് പിന്നെ എന്നെ കുറ്റം പറയട്ടെ. എന്ന് മാത്രമല്ല, അത് ക്ലാരിറ്റി കുറവുണ്ട് എന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ തന്നെ അത് എന്ത് ചെയ്തു, ആ പുസ്തകത്തിൽ പിൻവലിച്ചു. കഴിഞ്ഞ 150-200 പതിപ്പുകളായി ആ പ്രസ്താവന പുസ്തകത്തിലില്ല. ആദ്യത്തെ പതിപ്പുകളിലുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും ക്ലാരിറ്റി കുറവുണ്ട് എന്ന് ചിലർ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പുസ്തകത്തിൽ അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ പിൻവലിച്ച ഒരു സാധനത്തെ പിന്നീട് നിങ്ങൾ അത് ചർച്ച വന്നുകൊണ്ട് ഞാൻ എനിക്കറിയാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അന്നും ഇന്നും എന്നും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതിനകത്ത് ഫിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സിനിമ വന്നപ്പം ഈ പുസ്തകം വായിക്കാത്ത ഒത്തിരി പേരുടെ ഇടയിലേക്ക് ഇതിൻ്റെ ചർച്ച വന്നപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അത് പറയുക മാത്രമാണ് ചെയ്തത്. അത് ഞാൻ പുതിയതായി പറഞ്ഞതല്ല. എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഈ സിനിമ പുസ്തകം വായിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ എൻ്റെ ഇൻ്റർവ്യൂകൾ കണ്ടിട്ടില്ലാത്ത, എൻ്റെ ലേഖനം വായിച്ചിട്ടില്ലാത്ത, മാതൃഭൂമിയിലൊക്കെ അതിനെക്കുറിച്ച് വിശദമായ ലേഖനം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ആടുജീവിതത്തിനകത്ത് ഫിക്ഷൻ ചേർത്തിരിക്കുന്നത്, എങ്ങനെയാണ് എന്നൊക്കെ, റിയൽ നജീബിൽ നിന്ന് എത്ര എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശദമായ ലേഖനം ഞാൻ 2010 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ മുഖചിത്രം അച്ചടിച്ചിട്ടാണ് മാതൃഭൂമി വീക്കിലി വന്നത്. ആ ലേഖനത്തിൽ വലിയ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ അച്ഛൻ്റെ പേര് എല്ലാ ദിവസവും ഇന്നതാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കൽ പറഞ്ഞാൽ മതി. അത് ഇപ്പൊ പറഞ്ഞ വാക്കിന് ട്രോള് തന്നെ. ഹൈദരാലിനെ നഴ്സായിട്ട് അച്ഛനെ വിളിച്ചു.
അങ്ങനെ ഞാൻ പറഞ്ഞു അഡ്വാൻസ് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ട്രോളുകൾ ഭയക്കാത്ത ഒരാളായിട്ട് ഞാൻ പറഞ്ഞു ഇനി ആർക്കും മറന്നു വല്ല അങ്ങനെ ഇട്ടോട്ടെ പറഞ്ഞു. അല്ല ശരിയാണ്, ഞാനിത് ചോദിക്കാനുള്ള കാരണം ഇതൊരു വലിയ ചർച്ചയിലേക്ക് പോയ ഒരു സംഭവമാണ്. ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്നു. ഒത്തിരി വിശദീകരണം കൊടുത്തിട്ടും വീണ്ടും അത് ചർച്ചയിലേക്ക് പോകുന്നു. എനിക്കിപ്പം ചേട്ടൻ പറഞ്ഞ ഒരു സാധനം അതിന്റെ ആ വാക്കൊന്നും കൂടെ ഒന്ന് ഉപയോഗിക്കണം. അതായത് ഏറെയൊന്നും വെച്ചുകെട്ടൽ വേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ട്, കുറച്ച് വെച്ചുകെട്ടലുകൾ വേണ്ടി വന്നിട്ടുണ്ട് എന്നാണ്. ഒട്ടും വെച്ചുകെട്ടലുകൾ വേണ്ടെന്നല്ല, ഒട്ടും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇല്ല എന്നാണ്. ഏറെയൊന്നും എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ്. മനസ്സിലായില്ലേ? ഒന്നും കൂടെ ഞാൻ പറയിപ്പിച്ചാണ്. മലയാള ഭാഷയിൽ വളരെ സൂക്ഷ്മമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഹക്കീം എന്നൊരു കഥാപാത്രം അല്ലേ? ഹക്കീം എന്നൊരു കഥാപാത്രം നമ്മൾ സിനിമയിൽ കാണുന്നു. ഹക്കീം എന്നൊരു കഥാപാത്രം എവിടെയാണ്? ഞാനും അതാ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു ഫിക്ഷൻ വായിച്ചതിന് ശേഷം പിന്നെ ഇതെല്ലാം എവിടെയാണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഫിക്ഷൻ വായിച്ചു, ആസ്വദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി, എങ്ങനെ കൊണ്ടു ആ കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം എന്താണെന്നുള്ളൊരു ഒരു പക്ഷേ ആ കഥാപാത്രം സിനിമയിൽ ഭയങ്കരമാണ് സാർ. ആണ് തീർച്ചയായും. കഥാപാത്രം സിനിമയിൽ ഭയങ്കരമാണ്. നട്ടലാണ് ആ കഥാപാത്രം. ഹക്കീം ൻ്റെ മരണമാണ് ഒരു പക്ഷേ മുഴുവൻ ഗൾഫ് പ്രവാസത്തിൻ്റെ ഇത്തരം ജീവിതം അനുഭവിച്ചവരുടെ ഏറ്റവും വലിയ രേഖയായി നിൽക്കുന്നതെന്ന് പറയുന്നത്. കാരണം എത്രയോ അധികം മനുഷ്യർ മരുഭൂമിയിൽ മരിച്ചിട്ടുണ്ടാവാം, തീർച്ചയായും അല്ലേ? അപ്പോൾ ആ മരിച്ചവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് ഹക്കീം നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് അവിടെ ഒരു ചോദ്യചിഹ്നം ഉയർന്നുകൊണ്ട് തന്നെ ഹക്കീം എന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ പോകുന്നൊരു പ്രവാസി, ഒരു മനുഷ്യനായിട്ട് തന്നെ പോകുന്നൊരു അവിടെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്നു. അങ്ങനെയാണ് ഹക്കീം എന്ന കഥാപാത്രം. പിന്നീട് മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. പിന്നീട് ഹക്കീം മരിക്കുന്നു. ഹക്കീമിനെ തേടി പോകണ്ടേ നമ്മളൊന്ന് വീണ്ടും? നിങ്ങൾ തേടിപ്പോക്കോ? എനിക്ക് കഥാപാത്രത്തെ തേടി പോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലെന്ന്. നിങ്ങൾ പോയി കണ്ടുപിടിച്ചോ എവിടെയാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഹക്കീം യഥാർത്ഥ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് നജീബിനോട് അന്നത്തെ കാലത്ത് പറഞ്ഞത്. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പുറത്ത് വന്നു. അതിനുശേഷം സൗദി വെച്ച് ഇവർ പിരിഞ്ഞു. പിന്നെ ഇത്രയും വർഷമായി, നോവൽ ഇറങ്ങിയിട്ട് 16 വർഷമായി. ഇത്രയും കാലത്തിൽ ഒരിക്കലും ഒരാൾ ഞാനാണ് ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ക്ലെയിം ചെയ്ത് വന്നിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ പല ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പല ഹോട്ടലിലെ ആളുകൾ വന്നിട്ടു, അല്ലേ? പല ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഹക്കീം എന്ന് പറയുന്ന ഒരാൾ ഞാനാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരാളും വന്നിട്ടില്ല എന്നുള്ളതാണ്. നോവൽ വായിച്ചു, ഇത്രയൊക്കെ തോന്നുന്നു, ഇപ്പോൾ സിനിമ വന്നു, എന്നിട്ട് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നജീബ് പറഞ്ഞ ഒരു കഥ അല്ലേ നമുക്കറിയത്തുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം സൗദിയിൽ വെച്ച് പറഞ്ഞു, ഇതൊക്കെ 30 വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. സൗദി വെച്ച് അവർ രണ്ടിടത്തേക്ക് പിരിഞ്ഞു പോയി. നജീബ് തിരിച്ച് നാട്ടിലേക്ക് വന്നു. അദ്ദേഹം അവിടെ തന്നെ നിന്നിട്ടുണ്ടാവാം, പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പം വലിയൊരു നിലയിലെത്തിയിട്ടുള്ള ഒരാളാവാം. ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ. അങ്ങനെ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ജീവിതം അനുഭവിച്ചിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ എന്നെ വിളിച്ചു, സാറേ കുവൈറ്റിൽ പോയിട്ട് 4 വർഷം സമാനമായ ജീവിതം ഞാൻ ജീവിച്ച ആളാണ്. കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. സമാനമായ ജീവിതം ജീവിച്ച ആളാണ്. പിന്നീട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് കുവൈറ്റിൽ വന്ന് 10 വർഷക്കാലം നല്ല ജോലി ചെയ്ത് ജീവിച്ചു. 14 വർഷം കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ ഒരാൾക്കും അറിയില്ല, എൻ്റെ 2 കൂട്ടുകാർക്ക് കഴിയും വേറെ ഒരാൾക്കും അറിയില്ല ഞാനിങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം തന്നെ വീട്ടിൽ ഒരാളോടും പറയാതെ ഞാൻ മാറി നിന്നിട്ടാണ് ഇത് വിളിക്കുന്നത്. അത് ഞാൻ ആരോടും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ മനുഷ്യർ പല വിധത്തിലുണ്ടല്ലോ. ചിലർ ഇത് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ചിലരത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഹക്കീം അങ്ങനെ ഒരാളായിരിക്കും, ചിലപ്പോൾ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് ഞാൻ ആരോടും പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഒരിക്കലും പറയപ്പെടാതെ ബാക്കി വെക്കുന്നില്ലേ? അങ്ങനെ ആയിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതാരെങ്കിലും ആയിക്കോട്ടെ, എനിക്കറിയാം. തീർച്ചയായും അതാരുമായിട്ട് അല്ല, ഇപ്പം ഈ പറഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോഴാണ് ബെനിച്ചേട്ടൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ ഉദാഹരണം. അങ്ങനെ ജീവിതം നയിച്ച ഹക്കീം ഉണ്ടാകാം. ഹക്കീമിന് അത് ആരോടും പറയണമെന്നുണ്ടാകണമെന്നില്ല. ഹക്കീം ഇപ്പോൾ വേറെ നിലയിലെത്തി കാണാം, എന്തോ ആകാം. അതുകൊണ്ട് ഹക്കീമിന് അത് വന്നൊന്നുമില്ല. അത് ബെന്നിച്ചേട്ടന് നജീബ് പറഞ്ഞ കഥ, പറഞ്ഞ കഥ അത് എഴുതി ചേർത്തിരിക്കുന്നു. അങ്ങനെ പറയുമ്പോഴും ഇപ്പം ഞാനൊരു കഥ ബെന്നിച്ചേട്ടനോട് പറയുന്നു. ബെന്നിച്ചേട്ടൻ ആ കഥയുടെ ബാക്കിലേക്കൊന്ന് ചിന്തിക്കുമോ? ഇപ്പം ഞാൻ പറയണം എൻ്റെ കൂടെ ഇങ്ങനെ ഇന്ന സംഭവങ്ങളുണ്ട്. ബെന്നിച്ചേട്ടൻ ആ കഥ എഴുതുമ്പോൾ ചിന്തിക്കുമോ എന്നാണ്. കഥ എഴുതുമ്പോൾ അതിനകത്ത് ഇനി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിൻ്റെ കുറ്റാന്വേഷണ അങ്ങനെയൊന്നും അല്ലല്ലോ. കുറ്റാന്വേഷണം എനിക്കൊരു കഥ എഴുതാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ടോ എന്ന് മാത്രമാണ് ഞാൻ എഴുതുന്നത്. അതിനകത്ത് റോ മെറ്റീരിയൽ മാത്രമാണ് ഈ കഥ എന്ന് പറയുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്ന ഇടങ്ങളാണ്. ഞാൻ 15 വർഷം ഗൾഫിൽ ജീവിച്ച ഒരാളാണ്. അപ്പോഴാണ്
ഈ കഥ കേൾക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഗൾഫ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്താണ്, സങ്കടങ്ങൾ എന്താണ്, ഒറ്റപ്പെടൽ എന്താണ്, നാട്ടിലിരിക്കുന്നവരുടെ വേദന എന്താണ്, നാട്ടിൽ ബന്ധപ്പെടാൻ ഒന്ന് കഴിയാതെ പോകുന്നവരുടെ വേദന എന്താണ്, മരുഭൂമിയുടെ ചൂട് എന്താണ്, ഇതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അതും ഇതും കൂടെ ചേർത്ത് വെച്ച് എൻ്റെ കഥ പറയാമെന്നുള്ളതല്ലാതെ ഞാൻ CBI അന്വേഷണം നടത്തി ഇത് റിയൽ ആണോ എന്ന് അന്വേഷിക്കുക, ഞാൻ പത്രപ്രവർത്തകനല്ല, എൻ്റെ ജോലി അതല്ല, ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. അതൊന്നും നമ്മുടെ ബാധ്യതയില്ല. നമ്മളൊരു കഥയ്ക്കുള്ളൊരു മെറ്റീരിയൽ കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. കുഞ്ഞിക്ക് ആരാണെന്ന് വേണമെങ്കിൽ എനിക്കന്ന് അന്വേഷിക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ മലബാർ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളെ കണ്ടെത്താൻ അത്ര വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമല്ല. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നം. കുഞ്ഞിക്ക വന്നിട്ടുണ്ട്, കുഞ്ഞിക്ക ആണെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. വിളിച്ചിരുന്നോ? ഇല്ലില്ല. ബെനിച്ചേട്ടനെ വിളിച്ചിരുന്നു? ഇല്ല. നജീബിനെ വിളിച്ചു എന്ന് തോന്നുന്നു. നജീബിനെ വിളിച്ചു. നജീബ് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ കണ്ടെത്തുകയാണ്. അതെ, ആളുകൾ കണ്ടെത്തുക. സ്വയം ഞാൻ കുഞ്ഞിക്കയാണെന്ന് നജീബിന് പോലും ഓർമ്മയില്ല. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ 1-2 ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ആവാം, അല്ലായിരിക്കും. കാരണം അങ്ങനെ ധാരാളം കുഞ്ഞിക്കമാർ സൗദിയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ 100% അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ രക്ഷിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരായ ധാരാളം ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ 100 കണക്കിന് കുഞ്ഞിക്കമാരുണ്ട്. അതിലൊരാളായിരിക്കും അദ്ദേഹം. പലരെ രക്ഷിച്ചിട്ടുണ്ടാവാം, പലർക്ക് ഹോട്ടലിൽ വന്ന് കയറുമ്പം ഫുഡ് കൊടുത്തിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും നമ്മളതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അത് എന്താണ്, ഈ നജീബിനെ രക്ഷിച്ച കുഞ്ഞിക്ക തന്നെയാണോ എന്ന് പറയുന്നതിനകത്തൊരു ചെറിയ തെറ്റുള്ളത്. ആദ്യം അദ്ദേഹം പറഞ്ഞത് ബെന്യാമിൻ എന്നെ തേടി ഇവിടെ വന്നു ആണെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോസ്റ്റ് ഇട്ടു, ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം വീണ്ടും വേറൊരു ചാനൽ കൊടുത്തു, അയാൾ പറയുന്നത് ഞാൻ പറയുന്നത് കള്ളത്തരമാണ്, എന്നെ തേടി എൻ്റെ ഹോട്ടലിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഞാൻ സൗദി എന്ന് പറയുന്ന രാജ്യത്ത് പോയിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ അദ്ദേഹം പറയുന്ന അതിനകത്ത് പറയുന്ന മറ്റൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിനിമം ഞാൻ നോവലെങ്കിലും ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ. ഒരു 2000-2001 കാലത്താണ് എന്നെ തേടി വന്നതെന്നൊക്കെ പറയുകയാണ്. ഞാൻ പറയുന്നത് എന്താണ്, അക്കാലത്ത് ഞാൻ സൗദി എന്ന് പറയുന്ന രാജ്യം സന്ദർശിച്ചിട്ടില്ല. നജീബ് യഥാർത്ഥത്തിൽ അല്ല 2000-2001 കാലത്താണ് നജീബ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നതാണ്. ഇത് 95 കാലത്താണ്. 2002 കാലത്ത് നജീബ് എനിക്ക് തോന്നുന്നു നാട്ടിൽ വന്നിട്ട് തിരിച്ച് ബഹ്റിന് വന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിനകത്തൊക്കെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഞാൻ സൗദി എന്ന് പറയുന്ന രാജ്യത്ത് ഇന്നോളം പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ നോവൽ എഴുതി ഇത്രയും കാലമായി ഇതുവരെയും പോയിട്ടില്ല. എൻ്റെ പാസ്പോർട്ടിൽ സൗദി എന്ന് പറയുന്ന ഒരു സ്റ്റാമ്പ് അടിച്ചിട്ടില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ചെന്നെന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത് പറയുമ്പോൾ നമ്മളൊരു മിനിമം ഇതൊക്കെ പറയാം. അവിടെയാണ് ഇപ്പം ബെനിച്ചേട്ടൻ പറഞ്ഞ ക്ലാരിറ്റിയാണ്. ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചു, ബെനിച്ചേട്ടൻ പറഞ്ഞു ഞാൻ പത്രപ്രവർത്തനല്ല. അവിടെ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റുന്നു. അതാണ് മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റുന്നു. അവരന്വേഷിക്കണ്ടേ ഇത് പറയുന്നതിൽ ക്ലാരിറ്റി ഉണ്ടോ, ഇത് ശരിയാണോ, നജീബ് എന്നാണ് ഇത് അനുഭവിച്ചത്, ഞാൻ യഥാർത്ഥത്തിൽ സൗദിയിൽ പോയിട്ടുണ്ടോ, ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും സൗദിയിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയേനും. ചിലപ്പോൾ ഇങ്ങനൊരു കടമുണ്ടോ, ഇങ്ങനൊരു സ്ഥലമുണ്ടോ. അതിപ്പോൾ ബ്ലസി സാർ പലവട്ടം അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ചിന്തയ്ക്ക് ശേഷം സൗദിയിൽ പലയിടത്ത് പോയി സുമേസി ജയിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ നജീബ് കടന്ന ജയിൽ പോയി കാണുകയും അവിടുത്തെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് അറിയുകയും നിരവധി മസറകൾ സന്ദർശിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട്. ഞാനങ്ങനെ പോയിട്ടില്ല. അപ്പം അത് മാധ്യമങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണ്. മാധ്യമങ്ങൾ അല്ല, എപ്പോഴും വിമർശിക്കുന്ന മാധ്യമങ്ങൾ താങ്കൾ ഉൾപ്പെടെ ഈ കൈ തിറങ്ങിയപ്പോൾ പല വിമർശനങ്ങൾ അത് തിരിച്ചു കൃത്യമായിട്ട് പറയാൻ ബെനിച്ചേട്ടന് കഴിയും. മാധ്യമങ്ങൾക്ക് പറ്റിയൊരു തെറ്റ് തന്നെയാണ്. അത് അവരന്വേഷിക്കണമായിരുന്നു. ഈ എടുക്കാൻ പോകുന്നവർ അന്വേഷിക്കണ്ടേ മിനിമം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. അല്ല, ബെനിച്ചേട്ടൻ്റെ ഫോൺ നമ്പർ എല്ലാവരും കയ്യിലുണ്ടല്ലോ, ഒന്ന് വിളിച്ചു ചോദിക്കാമല്ലോ. അത് ഞാൻ പറഞ്ഞില്ല, അതൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. പക്ഷെ അത് വലിയ ഇഷ്യൂ ആയിപ്പോയി. വെറുതെ സ്വയം വന്നിട്ട് ഞാനാണ് നജീബിന് ഭക്ഷണം കൊടുത്തതെന്നും നേരത്തെ പറഞ്ഞൊരു വാക്കും കൂടെ എത്രയോ ആളുകളുണ്ട്. തീർച്ചയായിട്ടും എത്രയോ ആൾക്കാരുണ്ട്. അവരെല്ലാം ആദരിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞില്ല, നജീബിനെ പോലെ എത്രയോ ആളുകൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന മനുഷ്യരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഭയങ്കര ഹൃദ്യമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അതൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതുപോലൊരു തമിഴ് പയ്യനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഭയങ്കര ദാരുണമായ കഥ എന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു എന്നുള്ളതല്ല ദാരുണമായ കഥ. ഈ പയ്യൻ ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ടാണ് പോയത്. ഇവൻ മിസ്സായി എന്ന് അറിഞ്ഞിട്ട് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് മരിച്ചുപോയി എന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നു. ഫേസ്ബുക്കിൽ വായിച്ചാണ് ഞാൻ. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ ഭാര്യ വേറെ അവൻ്റെ അനിയനെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷമാണ് ഇവൻ തിരിച്ചു വരുന്നത്.
തിരിച്ചു വന്നിവൻ രക്ഷപ്പെട്ടു എന്നറിയുമ്പോൾ ഈ അനിയനും അവൻ്റെ ഭാര്യയും സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. ഭയങ്കര ദുരന്തകരമായ ജീവിതങ്ങൾ അങ്ങനെ പലതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയ അത്ര ആൾക്കാരുണ്ട്. അപ്പം കുഞ്ഞിക്ക എന്ന് പറയുന്ന ഒരാളല്ല, അങ്ങനെ അനേകം കുഞ്ഞിക്കമാരുണ്ട്. നമ്മുടെ കഥാപാത്രത്തിലെ കുഞ്ഞിക്ക അതല്ല, അത് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നുണ്ട്. അഞ്ചാ ബെന്നിച്ചേട്ടൻ പോയി കണ്ടു എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞതിൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചേനെ, കാരണം എനിക്കറിയില്ല അദ്ദേഹമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല, അദ്ദേഹമല്ല എന്ന്. എന്തിനോ പേരിനോ പ്രസക്തിക്കോ വേണ്ടി വരുന്നു എന്നില്ല, അദ്ദേഹത്തിന്റെ ഇരിപ്പും ഭാവവും കണ്ടാൽ ഓർക്കാം അദ്ദേഹം തന്നെയാണെന്ന് ഓർക്കുന്നത്. ഒരു രാജകീയ കൊട്ടാരത്തിൽ ഇരിക്കുന്ന പോലെ പല ഇന്റർവ്യൂവിലും പലതാ പറഞ്ഞത്. അത് കറക്റ്റാണ്. ഞാനിത് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് അങ്ങനെയാണ് നജീബ് ഖാൻ എന്തായാലും പറയുകയും ചെയ്തേനെ, അത് പറഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ ചോദ്യങ്ങൾ പിന്നെയും ബാലൻസ് നിൽക്കുന്ന ഒത്തിരി യാത്രകളുണ്ടല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി സ്റ്റഡി ചെയ്യാനൊന്നും നേരത്തെ പോയിട്ടില്ല. നമ്മൾ അവിടെ ബഹ്റിനിൽ വെച്ചുള്ള കഥ കേൾക്കുന്നു, ഓരോ ദിവസവും കേൾക്കുന്നു, അത് എഴുതി പോകുന്നതാണ് നജീബ് എന്നോട് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എഴുതി പോകും തോറും എന്താണ് പിന്നീട് ഒരു ചിന്താഗതി, ഇങ്ങനെ ഒത്തിരി ജീവിതമുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. എൻ്റെ മനസ്സിൽ കയറി വരുന്നത് ഒത്തിരി സ്ത്രീകളുണ്ട്, പണ്ട് മുതൽ തന്നെ സ്ത്രീകൾ, ഭർത്താക്കന്മാർ ഗൾഫിൽ പോയിട്ട്. നമ്മൾ പണ്ടൊക്കെ കത്തുപാട്ടുകൾ കേൾക്കും, നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആഴത്തിലാ കേൾക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ആ കത്തുപാട്ട് കേൾക്കും, നമുക്ക് ഇപ്പോഴും ഫീലാണ്. അത്തരം സ്ത്രീകളുടെ ഒരു കഥ ഒരു സിനിമയാകണമെന്ന് ബെന്നിച്ചേട്ടന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ ബ്ലിസ് സാർ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പ്രവാസവുമായി ബന്ധപ്പെട്ട പെൺജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത ജീവിതമാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 20 വർഷം പ്രവാസിയായി ജീവിക്കുന്ന ഒരാൾ 2 വർഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ഈ നാട്ടിൽ കഴിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ജീവിക്കാൻ കഴിയുന്നത്. ഈ 20 വർഷം പുരുഷൻ അവിടെ എത്രയധികം ഏകാഗിയും ഒറ്റപ്പെട്ടവനും ആണോ, അത്രയും തന്നെ സ്ത്രീ ഇവിടെയും ഒറ്റപ്പെടുകയാണ്. പുരുഷൻ അവിടെ ഉള്ളതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് അവൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ കുടുംബത്തിൻ്റെ കാര്യം, അതായത് ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരുടെ കുട്ടികൾ, ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഭാരം, പിന്നെ ഒരു മനുഷ്യജീവി എന്ന നിലയിലുള്ള ഒറ്റപ്പെടൽ, അതിൻ്റെ മറ്റ് സാധനങ്ങൾ, എല്ലാ കാര്യങ്ങളിലും സ്ത്രീയുടെ ജീവിതമെന്ന് പറയുന്നത് സമാനമായി മറ്റൊരു പ്രവാസമാണ്. കേരളത്തിനുള്ളിലെ അല്ല അവൻ്റെ വീടിനുള്ളിലെ അവളുടെ വീടിനുള്ളിലെ ഒരു വലിയ പ്രവാസം അവിടെ ജീവിക്കുന്നുണ്ട്. അത് നിശ്ചയമായിട്ടും കഥയാവേണ്ടതുണ്ട്, സിനിമയാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വലിയ ഏരിയയാണ്, സ്ത്രീകളെ ഭയങ്കരമായിട്ട് സ്പർശിക്കുന്ന, അടയാളപ്പെടുത്തേണ്ട ഒരു ഏരിയ തന്നെയാണ് അത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒത്തിരി സ്ത്രീകളുടെ ജീവിതം ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യത്തിനുണ്ട്. ഞാനും ഈ പറയുന്നത് 90-ൽ ഗൾഫിൽ പോയ ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ ഗൾഫിൽ പോയി, അതൊന്നും കല്യാണം കഴിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ 90-കളിലൊക്കെ നമുക്കറിയാമല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എത്ര പരിമിതമായിരുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? കത്ത് അയച്ച് ഇവിടെ വന്നാൽ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അവിടുന്ന് പിന്നെ ഞാൻ എപ്പോഴും പറയും, വീട്ടിൽ ഒരു കുഞ്ഞിന് പനി വന്നെന്ന് വിചാരിച്ചു, അപ്പോൾ ഇവിടുന്ന് കത്തെഴുതുകയാണ്, നമ്മുടെ കുഞ്ഞിന് പനിയാണ്, ഇങ്ങനെ ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞത്. ഇത് ഒരാഴ്ച കഴിയുമ്പോഴോ 2 ആഴ്ച കഴിയുമ്പോഴോ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഭർത്താവ് എന്ത് ചെയ്യുന്നത്, സങ്കടപ്പെട്ട് തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് കുഞ്ഞിൻ്റെ പനിയും മാറി. അപ്പോൾ 2 കാലത്തിൽ നിന്നാണ് ഈ വേദന അനുഭവിക്കുന്നത്. സ്ത്രീ ഇവിടെ നിന്ന് കുഞ്ഞനുഭവിക്കുന്ന വേദന, സങ്കടം, അതിൻ്റെ പ്രയാസം അവിടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഭർത്താവ് ചെറിയ വേദന അനുഭവിച്ച് തുടങ്ങുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു കാര്യം നമ്മൾ ഇൻറ്റൻസിറ്റി ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. 90-കളിലും 80-കളിലും 70-കളിലും ഒക്കെ ഗൾഫിലേക്ക് പോയ മനുഷ്യരുടെ കഥകൾ, ജീവിതം എന്ന് പറയുന്നത്. ബെന്നിച്ചേട്ടൻ ഒരു കഥയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു നല്ല വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു സംഭവം, അതൊരു ഭയങ്കര ഹോൾഡിങ് ആയ സബ്ജക്റ്റാണ് എന്ന് പറയുന്നത് പോലെ വളരെ റയറായ ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയമായിട്ടും സ്ത്രീകളെക്കുറിച്ച് എഴുതും. ഞാനിപ്പം പ്രവാസത്തെക്കുറിച്ച് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അത് പലരും വായിച്ചിട്ടുണ്ടാവും. അത് നേഴ്സുമാരുടെ സഞ്ചാരത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര 1000 നേഴ്സുമാരാണ് പുറം രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അവർക്ക് പുരുഷൻ പോയിട്ടുള്ളത് പോലെ സമാന്തരമായ ഒരു യാത്രയുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള സ്ത്രീ നേഴ്സുമാരുണ്ട്. ആ യുദ്ധമുഖത്ത് നിന്നിട്ട് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയിട്ടുള്ള ബോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോഴും ആൾക്കാർക്ക് ബോർണിയ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ചെയ്ത് നോക്കാതെ അറിയില്ല. മലേഷ്യയ്ക്ക് അപ്പുറത്തുള്ള നമ്മൾ ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യമൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ദ്വീപ് ഐലൻഡാണ്. അന്ന് അത് ബ്രിട്ടീഷുകാരുടെ ആയിരുന്നു. അവിടെ ജോലി ചെയ്യാൻ പോയിട്ടുള്ള സ്ത്രീകൾ, അത് കഴിഞ്ഞ് ആഫ്രിക്കയിലേക്ക് പോയിട്ടുള്ളവർ, യൂറോപ്പിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള, ഗൾഫിലെ ഏറ്റവും ഗ്രാമങ്ങൾ, ബതുക്കളുടെ ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടുത്തെ ക്ലിനിക്കുകളിൽ ജോലി ചെയ്തിട്ടുള്ള നേഴ്സുമാർ,
ഇപ്പോൾ കാനഡയിലെയൊക്കെ ഏറ്റവും മഞ്ഞ് വീണ പ്രദേശങ്ങളിൽ പോയിട്ടുള്ള അവരുടെയൊക്കെ ജീവിതം മറ്റൊന്നാണ്. അതിനെ ആസ്പദമാക്കി ഈ പെൺപ്രവാസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. സാഹിത്യം വായിക്കുന്നവരുടെ ഇടയിൽ അത് വളരെ പ്രിയങ്കരമായ പുസ്തകങ്ങളിലൊന്നാണ്. ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഈ പ്രവാസം എന്ന് പറഞ്ഞാൽ ഉൾപ്രവാസവും വളരെ അടയാളപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ഒരു കഥ വീണ്ടാൽ തീർച്ചയായിട്ടും മറ്റേ ഫേസ്ബുക്ക് വായിച്ചോടുകൂടി ശരിക്കും ആഴത്തിൽ തറച്ചിട്ടുണ്ട്. അതെ അതെ, എന്തെങ്കിലും ഒരിക്കൽ എഴുതുമെന്ന് തോന്നുന്നു. അതൊരു സിനിമയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നത് ഭയങ്കര രസമുള്ള വിഷയമാണ്, നല്ല സബ്ജക്റ്റ് ആയിരിക്കും. നമ്മുടെ ഈ സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ സിനിമയിലൊരു ഇവരുടെ ഒരു പ്രണയം അല്ലേ, എനിക്ക് ആ സോങ്, ഞാൻ ആ സോങ്ങിനെ കുറിച്ച് ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞു, എനിക്കത് അത്രയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതാണ് റിവ്യൂവിൽ. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ക്യാമറ നാട്ടിൽ വന്ന് ഇവരുടെ പ്രണയ ഗാനം, അത്തരമൊരു പ്രണയം അക്കാലത്തില്ല എന്നാണ് വിമർശകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അത് അവർ പ്രണയിച്ചോ ഇല്ലയോ നമുക്കല്ല, അങ്ങനെ പ്രണയിച്ചവരും ഉണ്ടാകും, പണ്ടും പ്രണയം ഉണ്ട്, ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. ഒരാളുടെ പ്രണയം എന്ന് പറയുന്നത് അല്ല ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ടാവില്ല. ഒരാളുടെ പ്രണയം എന്ന് പറയുന്നത് അയാളുടെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. വിഷ്വലി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പലതരത്തിൽ വിഷ്വലൈസ് ചെയ്യും എന്നുള്ളതല്ലാതെ ആ പ്രണയത്തിന്റെ തീക്ഷ്ണത നമുക്ക് ഞാൻ മനസ്സിലിരുന്ന് എത്ര ആലോചിച്ചാലും അത് സ്ക്രീനിൽ കാണാൻ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മളതിനെ ഒരു വിഷ്വൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയാണോ പ്രണയിച്ചത് ഇങ്ങനെയാണോ പ്രണയിച്ചത് എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായ ചോദ്യം. എത്രയോ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ ബാലിശമായ ചോദ്യങ്ങളാണ്. നമ്മൾ കഥകളിൽ മേൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഒരു സിനിമ കണ്ടിട്ട് അത് അങ്ങനെ പ്രണയിക്കാമോ, ഇങ്ങനെ ജയിക്കാമോ, അങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ബാലിശമാണ്. നമ്മൾ കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ വളരെ തെറ്റായ ധാരണ, അല്ലെങ്കിൽ അറിയാമായിരുന്നിട്ടും ചുമ്മാതെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് മാത്രമാണ് എനിക്കത് തോന്നുന്നത്. അല്ലാതെ അതിനപ്പുറത്തൊന്നും നമ്മളതിനെ കാണേണ്ട കാര്യമില്ല. ഓരോരുത്തർ അതെ തീർച്ചയായിട്ടും അത് അത്രയും വേണമായിരുന്നു ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് അത്രയും വേണമായിരുന്നു എന്നൊരു ചിന്താഗതി എനിക്ക് സ്വയം തോന്നിയ ഒരാളാണ്. നമ്മൾ ആ സിനിമയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയതിൻ്റെ അത് ബ്ലിസ്സാറിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. സംവിധായകൻ്റെ സ്വാതന്ത്ര്യമാണ്, എഴുത്തുകാരൻ വിട്ടിട്ട് പറയേണ്ട ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ വ്യൂവിൽ നിന്നാണ് അത് പറയുന്നത്. അതിനെ ഇനി മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഒരാൾ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അയാൾക്ക് കാണാവുന്ന സ്വപ്നങ്ങൾ, അയാൾ ഏറ്റവും തീക്ഷ്ണമായി കാണാവുന്ന സ്വപ്നങ്ങളെ ഏറ്റവും മനോഹരമായ രീതിയിൽ അടയാളപ്പെടുത്തുക. രണ്ട്, മരുഭൂമിയിൽ നിൽക്കുമ്പം ജലം എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ജലത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അത് ജലത്തിനോടുള്ളൊരു പ്രണയം കൂടിയാണ്, മനസ്സിലായില്ല. അല്ലാതെ അത് ഒരു വ്യക്തിയോടുള്ള പ്രണയത്താൽ കൂടുതൽ എല്ലാ ജീവിതത്തിൻ്റെ മുൻഘട്ടങ്ങളിലെല്ലാം വെള്ളത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ നജീബിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. നോവലിലും അതങ്ങനെയാണ്. കാരണം നജീബ് മണൽ വാരി ജീവിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ ആലോചിച്ച് വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇയാൾ ഈ ജലത്തിൽ നിന്നാണ് മരുഭൂമിയിലേക്ക് പോകുന്നതെന്ന് പറയുന്ന ഒരു വലിയ ട്രാൻസിഷനാണ് ജീവിതത്തിൽ. അപ്പോൾ അത് തന്നെ ജലവും ജലത്തിനോടുള്ളൊരു പ്രണയവും ഒക്കെയാണ് ഒന്നിച്ചാണ് അത് കാണിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിയിൽ ഫോക്കസ് മാത്രമല്ല എന്ന്, അങ്ങനെയാണ് നമ്മൾ ആ സിനിമ കാണേണ്ടത്. ആ ജലത്തിൽ നിന്നും പെട്ടെന്ന് എൻഡിൽ മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടല്ലോ, പെട്ടെന്നാണ് ചെയ്യുന്നത് മരുഭൂമിയിലേക്ക് പോകുന്ന ആ സ്വപ്നങ്ങൾ. അതോടൊപ്പം തന്നെ പിന്നെ ഉണ്ടായൊരു വിവാദമാണ്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആ കഥ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ, നജീബ് ഉറങ്ങിക്കിടക്കുമ്പോൾ പിറ്റേന്ന് സ്വപ്നം കണ്ടേക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണാട് അടുത്ത് കിടക്കുന്നു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ, അതിൽ വേറൊന്നും എഴുതിയിട്ടില്ല. അത് പിന്നീട് സാറ് പറഞ്ഞ ഒരു സാധനം, സാറ് പറഞ്ഞു ഞാൻ കാണാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. സാറ് തുടക്കത്തിൽ പറഞ്ഞു ഞാൻ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് ഈ സിനിമ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അത് സെൻസറിന് ശേഷമാണ് കണ്ടത്, സെൻസറിന് മുമ്പാണ് കണ്ടത്? സെൻസറിന് ശേഷമാണ് കണ്ടത് അല്ലേ. സെൻസർ കണ്ട് എല്ലാം കഴിഞ്ഞു. സെൻസർ കഴിഞ്ഞ വർഷം കഴിഞ്ഞല്ലോ, നമ്മൾ ഈ വർഷത്തെ പടം അല്ല ഇതെന്ന് നിങ്ങൾ ഓർക്കണം. അതെ തീർച്ചയായിട്ടും. പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, എന്തുകൊണ്ടാണ് സാറ് പറയുന്നു, പല പ്രാവശ്യം പിന്നെ ചേട്ടൻ പറയുന്നത് ഇത് തന്നെയാണ്, ഞാൻ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചു. അത് ഏറ്റവും കാമ്പാണ് ഈ സിനിമയുടെ കാതലായ ഭാഗമാണ്. സിനിമയുടെ കാതലായ ഭാഗമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ ഒന്ന്. അതെ, അത് സിനിമയ്ക്കും കാതലാണ്. അതെ, അല്ലല്ല, സിനിമയ്ക്ക് കാതലല്ല. ഞാൻ പറയട്ടെ, സിനിമ എന്ന് പറയുന്നത് സംവിധായകന്റെ വേർഷനാണ്. പുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തില്ല എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സിനിമ ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാവും പുസ്തകം ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാവും സിനിമ എന്ന് പറയുന്നത്. അതല്ല, സിനിമ എന്ന് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നിയ ഒരു വേർഷനാണ്. ഈ രണ്ട് വേർഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്, ഇപ്പം പുസ്തകം ഫോക്കസ് ചെയ്യുന്നത് ഒരാൾ അവിടെ ചെന്നിട്ട് അവിടെ അടിമയായി പോകുന്നതിനെക്കുറിച്ചാണ്. അയാൾ ഒരു വിധത്തിലും ഒന്നുമില്ല. അത് പോയി അവിടെ ചെന്ന് അടിമയായി അറബിയുടെ കാലിൽ പിടിച്ചിട്ട് ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട് പുസ്തകത്തിൽ. കാരണം അവിടെ അയാൾ ശരിക്കും
എന്താണ് അവിടെ ചെന്ന് അതിനോട് ലയിച്ച് ചേർന്ന് അവിടുത്തെ ജീവിതം പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ്. സിനിമയിൽ ബ്ലെസ്സി സാർ അങ്ങനെയല്ല സ്വപ്നം കാണുന്നത്. അദ്ദേഹം ഓരോ നിമിഷവും നിങ്ങൾ നോക്കിയാൽ അറിയാം അവിടുന്ന് രക്ഷപ്പെടാനുള്ള കുതിരാനുള്ള ഒരു വിധത്തിൽ ഞാൻ അയാൾക്ക് എന്താണ് തൻ്റെ ജീവിതത്തെ വിട്ട് അടുപ്പപ്പണി ചെയ്യില്ല എന്ന് കുതിർന്ന ഒരാളെയാണ് ബ്ലെസ്സി സാർ അതിനകത്ത്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അത് വിട്ടുകൊടുക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ അതുകൊണ്ട് പുസ്തകമാണ് സിനിമ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് വേറെയാണ്, രണ്ടാണ്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് എഴുതി. അല്ല ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് എഴുതിയിട്ടില്ല. അത് വ്യാഖ്യാനങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. വ്യാഖ്യാനങ്ങൾ എനിക്കാകാം ഇവർക്കാകും ആർക്കുമാണ്. വായിച്ചപ്പോൾ ഇതിങ്ങനെയാണല്ലോ എന്ന് വ്യാഖ്യാനിച്ചെടുക്കാം. എഴുതിയിട്ടില്ല, പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, ഞാൻ വായിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. ഇസ്രയേൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ രാവിലെ സ്വപ്നങ്ങൾ പലതും കണ്ടു, സ്വപ്നം കേൾക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണാടിൻ്റെ പേര് സഹിതം എൻ്റെ അടുത്ത് കിടക്കുന്നതായിട്ട് കണ്ടു എന്ന് മാത്രമേ പറയുള്ളൂ. അത് അങ്ങനെ ചിത്രീകരിച്ചു എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു പെനിച്ചേട്ടൻ? അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് 2 വേർഷൻ ഉണ്ടല്ലോ. ഒന്ന് അല്ലെങ്കിൽ ഈ മസറ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതം ഉണ്ട്, പിന്നെ ഈ മരുഭൂമി വേർഷനായിട്ടുള്ളൊരു ചിന്ത. അപ്പോൾ നമ്മൾ ഈ ചർച്ചകളിൽ ഞാൻ ബ്ലെസ്സി സാറ് പൃഥ്വിരാജ് എല്ലാവരും കൂടി നിന്ന് അവസാനഘട്ട ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ദീർഘമായി ചർച്ച ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മസറ വേർഷനും ചിത്രീകരിക്കേണ്ടതുണ്ട് എന്ന് ഒരു ചർച്ചയുണ്ടായി. കാരണം പൃഥ്വിരാജ് ഇപ്പം പൃഥ്വിരാജ് എന്നാണ് പറയുന്നത്, പൃഥ്വിരാജ് അല്ല, നജീബ് എന്ന് പറയുന്ന കഥാപാത്രം അന്നെങ്കിൽ ആടുകളോടെ പ്രസവം എടുക്കുന്നത്, അതിനെ ചേർത്ത് വളർത്തുന്നത്, ഈ പറയുന്നത് പോലെ എന്താണ് മസറയിൽ അടിമയായി പോകുന്ന ഒരു വേർഷൻ. അപ്പോൾ ബ്ലെസ്സി സാറ് അതിനോട് തീരെ യോജിക്കുന്നില്ല, അങ്ങനെയല്ല എൻ്റെ വേർഷൻ ഇങ്ങനെയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിൽ പോലും ആ വേർഷനും കൂടി എടുക്കാമെന്നൊരു തീരുമാനത്തിലാണ് ഇവിടുന്ന് പോയത്. പക്ഷേ ഞാനവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ പക്ഷേ അവിടെ ചെന്ന് ഇവർ ആദ്യം ഷൂട്ട് ചെയ്തതും ഈ മരുഭൂമി വേർഷനാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ അത് അൾജീരിയയിലാണ്, ഇവിടെ അല്ല. അപ്പോൾ അവിടെ എടുത്ത് ഈ വിഷ്വലെല്ലാം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അതാണ് തിയേറ്ററിൽ നിൽക്കുന്ന സാധനം, ഇനി മസറ വേർഷൻ എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അതിൽ കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഈ ആടിൻ്റെ പ്രസവമൊക്കെ എടുക്കുന്ന സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസമല്ലേ, ഒരു ആടിൻ്റെ പ്രസവം എടുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ. അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇതും എടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ന് മാത്രമല്ല, ഇതിന് ശേഷം ഇവിടെ വന്നപ്പം നമ്മുടെ പടം ഏതാണ്ട് ഇപ്പം ഉള്ളത് 2:55 3:45 വന്നു. അപ്പോൾ കുറേ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു എന്ന് എന്നോട് പറഞ്ഞു, ഒരു സാർ പറഞ്ഞു. അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പടത്തിന് നമ്മൾ സെൻസറിന് ചെല്ലുമ്പോൾ എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ എ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നോട് ഒരു സാർ പറഞ്ഞു, എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്, നമ്മൾ അപ്പീലിന് പോയാലേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ പിന്നീട് പറഞ്ഞു ഇല്ല, എ മാറി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ ഇത് കാരണം ഇത് കട്ട് ചെയ്ത് ഇതായിരുന്നു പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം എ ആയി പോയത്. സത്യത്തിൽ എ ആയി പോയത് പൃഥ്വിരാജിൻ്റെ ന്യൂഡിറ്റി നമ്മളെ പടത്തിൽ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എ ആയി പോയത്. പക്ഷേ അപ്പീൽ പോയപ്പോൾ അവരത് അംഗീകരിച്ച് തരികയായിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് കാരണമാണ് അല്ലെങ്കിൽ എ സർട്ടിഫിക്കറ്റ് ആയിപ്പോയത്, അതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചോദിക്കാമായിരുന്നു. അതൊരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു അല്ലേ? ചോദിക്കാം. തീർച്ചയായിട്ടും വെപ്രാളത്തിലോ തിരക്കിലോ ഇതിലോ ഒക്കെ നമ്മൾ ഇത് പറയുന്ന മുമ്പ് ചോദിക്കാമായിരുന്നു. ശരിയാ, അവിടെയാണ് ഒരു പാളിച്ച പറ്റിയെന്ന് സ്വയം ഒന്ന്. അതെ, തീർച്ചയായിട്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ബ്ലെസ്സി സാറിനോട് അത് ചോദിക്കാമായിരുന്നു. അതുകൊണ്ടാണോ നമുക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടിപ്പോയത്, അതോ മറ്റു കാരണം കൊണ്ടാണോ എന്ന് ചോദിക്കാമായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയം വരില്ലായിരുന്നു. ശരിയാ. ഞാനത് ബ്ലെസ്സി സാറിനോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്തേണ്ടതായിരുന്നു. എൻ്റെ ഒരു ധാരണാപിശക് കൊണ്ടും ഈ 45 മിനിറ്റ് സാധനം കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഇതെല്ലാം ആയിരിക്കും കട്ട് ചെയ്ത് കളഞ്ഞതെന്ന് ഞാൻ എൻ്റെ പൊട്ടബുദ്ധിയിൽ വിചാരിക്കുകയും ചെയ്തതുകൊണ്ട് സംഭവിച്ചു പോയത്. ആ ഒരു സംഭവം വലിയ ചർച്ചയായി. നജീബിന് സ്വാഭാവികമായിട്ട് വലിയ വിഷമം ഉണ്ടായി. നജീബ് അത് പറയുകയും ചെയ്തു. നജീബ് പറഞ്ഞ ഒരു വാക്ക് പിന്നെയാണ് എനിക്ക്, ആരും നിങ്ങളെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞു. അതാണ് ഒരു മനസാക്ഷിയുള്ള നജീബ് പറയുന്നത്. നജീബ് എല്ലാ കാലത്തും നമ്മളോടൊപ്പം നിൽക്കുകയും, നജീബിന് അറിയാമല്ലോ പുസ്തകത്തിൽ ഇത്തരം സംഭവങ്ങളുണ്ട്. നജീബ് ഇന്നും ഇന്നലെയല്ലോ ഇത് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയതായി. ഇപ്പം ഈ പരാതി ഉന്നയിക്കുന്നവരും പ്രശ്നം ഉന്നയിക്കുന്നവരും ഒക്കെ ഇപ്പോൾ വന്നവരാണ്. നജീബ് എൻ്റെ കൂടെ ജീവിതത്തിൽ എത്രയോ വർഷം, 2005 മുതൽ നമ്മളോടൊപ്പം ഒന്നിച്ച് നിൽക്കുക. ഈ നോവൽ പുറത്തിറങ്ങിയിട്ട് തന്നെ 16 വർഷമായിട്ട്, 1-2 അല്ലല്ലോ, 16 വർഷമായി നോവൽ വായിച്ചിട്ടുണ്ട്. നജീബ് ഇത്തരം ചർച്ചകളിൽ എത്രയിടത്ത് പങ്കെടുത്തിട്ടുണ്ട്. നജീബ് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം നജീബിന് അറിയാം ഇതൊരു കഥയാണെന്ന്. നജീബിനുള്ള ഒരു ബോധ്യമെങ്കിലും സാധാരണ മലയാളികൾക്ക് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. നജീബ് സ്വന്തം കഥ പുസ്തകത്തിൽ വായിച്ചിട്ട് ഇത് കഥയാണെന്ന് മനസ്സിലാക്കാൻ ആ പാവം പിടിച്ച മനുഷ്യന് പറ്റിയിട്ടുണ്ട്. അത് പ്രബുദ്ധർ എന്നൊക്കെ വിളമ്പുന്ന മലയാളിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നജീബ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് അതിനകത്ത് കഥയിലുണ്ട്, ശരി, കുഴപ്പമൊന്നുമില്ല, അതൊരു കഥയാണ് എന്ന് അംഗീകരിക്കാനുള്ള അദ്ദേഹം
മനസ്സ് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തയ്യാറായിട്ടുണ്ട്. കഥയിൽ ഇങ്ങനെയൊക്കെ ചില വെച്ചുകെട്ടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന്. പക്ഷേ എന്തുകൊണ്ട് മലയാളി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ്. അത് മനസ്സിലായില്ലേ? പല ബുദ്ധിജീവികളും ഇരുന്ന് ചാനലുകളിലിരുന്ന് ചർച്ച ചെയ്യുമ്പം കഥ എന്താണെന്നോ അല്ലെങ്കിൽ ജീവിതം എന്താണെന്നോ ഒക്കെ നജീബിന് തിരിച്ചറിയാനുള്ള മനസ്സുണ്ട്. അവർക്കില്ലാതെ പോയി എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും വിഷയം ഉണ്ടാവും ജെറൂസലമിൽ നിന്ന് ഒരു സ്ത്രീ ഒരു വീഡിയോ ചെയ്തതാണ്. അതൊക്കെ അറിയാമല്ലോ. വർഗീയത ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ധാരാളം ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ വെറുതെ നടക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ പേരുപയോഗിച്ചിട്ട് അതിൽ വർഗീയത ആരോപിക്കുക, ഇതൊക്കെ എന്നെങ്കിൽ അറബ് ഫോബിയാണെന്ന് പറയുക, ഇസ്ലാമ ഫോബിയാണെന്ന് പറയുക, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വെറുതെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അത് അവരുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്, നമ്മളുടെ പ്രശ്നമല്ല. ഈ മലയാളി സമൂഹം കഴിഞ്ഞ ഈ പറഞ്ഞതുപോലെ 16 വർഷമായി ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഒരിക്കലും അവരിത് ഇസ്ലാമോഫോബിയാണെന്നോ അറബോബിയാണെന്നോ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുകയല്ല. ഇതൊരു മനുഷ്യന് ലോകത്തെവിടെയും സംഭവിക്കാവുന്ന പീഡനത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, വിരഹത്തിൻ്റെയൊക്കെ കഥയായിട്ടാണ് മലയാളി ഇത് വായിച്ചത്. അവരതിനകത്ത് ദുഷ്ടലാക്കോടൊന്നും കണ്ടില്ല. അങ്ങനെ വായിച്ചവരെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഇന്നോളം ഒരു മലയാളിയും ആടുജീവിതം വായിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് അത്തരത്തിലുള്ള ഒരു ചെറിയ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വായനാ സമൂഹം എന്ന് പറയുന്ന യഥാർത്ഥ നല്ല മനുഷ്യരുടെ ഒരു സമൂഹം ഇവിടെ വളരെ ചെറിയൊരു കൂട്ടം നിൽക്കുന്നുണ്ട്. ഈ പ്രഭുത്വർ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നവരൊക്കെ ഇപ്പം തെളിയുന്ന ഒരു കാര്യം, ഇവരാരും ഇതുവരെ ഈ പുസ്തകം വായിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. അവരിപ്പം വായിച്ചിട്ടില്ലെന്ന് പറയാനും പറ്റുന്നില്ല. ഇത്രയും വായിച്ചിട്ട് ഈ മലയാളികളെല്ലാം വായിച്ചു എന്ന് പറയുന്ന ഈ പുസ്തകം ഞങ്ങൾ വായിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയാനും അവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ അവർ ചർച്ചകളുമായി ചാനലുകളിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പുറംപൂച്ച് പൊളിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സാധാരണക്കാരായ നല്ല മലയാളികളൊക്കെ വായിച്ചിട്ട് അവർ സ്വസ്ഥപൂർവ്വം അവർ ആ പുസ്തകത്തിൻ്റെ മൊത്തം ആശയം എന്താണെന്ന് മനസ്സിലാക്കി പോവുകയാണ്. അങ്ങനെ തന്നെയാണ് സിനിമയും കണ്ടേക്കണവർ. ഈ പൃഥ്വിരാജ് പ്രസവം എടുക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞല്ലോ, പറഞ്ഞ കൗതുകമാണ്, രസകരമാണ്. അതൊക്കെ ഒന്ന് പോയപ്പോൾ ഞാനുള്ള സമയത്തല്ല അല്ല ബെന്നിച്ചേട്ടൻ അതൊക്കെ കട്ടായപ്പോൾ ഒരു ഫീൽ ഉണ്ടായി കാണും അല്ലേ? അതൊക്കെ ഞാൻ പറയുന്നില്ലേ, അതൊക്കെ വേണ്ട ഒരു സാധനമായിരുന്നു. മസറ വേർഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് പക്ഷേ അതിനകത്ത് ബ്ലിസ്സാറിന് ന്യായീകരണം ഉണ്ട് കൃത്യമായി. കാരണം ഈ മസറയിൽ അടിമപ്പെട്ടു പോയ ഒരാളെ പിന്നീട് അയാൾക്ക് തിരിച്ചു പോകാനുള്ളൊരു ഊർജ്ജത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പിന്നെയും ധാരാളം സീനുകൾ കൊണ്ടുവരണം. സിനിമയുടെ പ്രത്യേകത, പുസ്തകത്തിൽ നമുക്ക് വരികൾ കൊണ്ട് അടയാളപ്പെടുത്തി 43 അധ്യായങ്ങളിലായിട്ട് ഇങ്ങനെ വെട്ടിഞ്ഞ് കിടക്കുകയാണ്. സിനിമയിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ 2 മണിക്കൂർ 55 മിനിറ്റ് തിയേറ്ററിലിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് അതെങ്കിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അത് ഉണ്ട്, ആ വേർഷൻ അല്ല. അന്ന് മാത്രമല്ല, ബ്ലിസ്സാർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൽ മസറ, അതിനോട് ചുറ്റുപ്പെട്ട കാര്യങ്ങൾ, ആട് വളർത്തൽ, അതിൻ്റെ പാലെടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വന്നിട്ടുള്ളത്. മരുഭൂമി വേർഷൻ വളരെ കുറവാണ്. അപ്പം ആൾക്കാരിലേക്ക് കൂടുതൽ കൗതുകം കൊണ്ടുവരാനുള്ള, ദൃശ്യം കൊണ്ടുവരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ മരുഭൂമി വേർഷനിൽ പറയാത്ത കാര്യങ്ങൾ മനോഹരമായി പറയുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ വെച്ചത്. അപ്പോൾ ഈ മരുഭൂമി കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എൻ്റെ പെങ്ങൾ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഞാൻ ഇതുപോലുള്ള മരുഭൂമി കാണണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പുള്ളിക്കാരത്തി ദുബൈ പോവും മക്കളുടെ അടുത്ത്. അപ്പോൾ എന്നിട്ട് പിള്ളേരോട് പറയും മരുഭൂമി കാണുന്നത്, അവിടെ ചെറിയ മരുഭൂമി. അപ്പോൾ പിള്ളേരോടൊക്കെ പറയുന്നത്, എടാ കണ്ടോ ഈ സിനിമയിൽ കണ്ട മരുഭൂമി കണ്ടോ, അതുപോലുള്ള മരുഭൂമി. അപ്പം മലയാളിക്ക് അതൊരു കൗതുകമാണ്. മരുഭൂമി എന്ന് പറയുന്ന അതിൻ്റെ ഒരു വന്യത, ഒരു കടൽ പോലെ ഇങ്ങനെ കിടക്കുന്ന, അനന്തമായി കിടക്കുന്ന, അത് ദൃശ്യത്തിൽ മനോഹരമായ ദൃശ്യഭാഷയ്ക്ക് കൊണ്ടുവരാവുന്നൊരു സാധനമാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് എത്ര പുസ്തകം വായിച്ചാലും ആ ദൃശ്യഭാഷയിൽ ദൃശ്യങ്ങൾ കഥ പറയുകയാണ്. അപ്പോൾ അതൊരു വലിയ സാധ്യതയായി ബ്ലിസ്സാർ കാണുകയും ആ ഭാഗത്തിന് ഭയങ്കര പ്രൊജക്ഷൻ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ പടത്തിൻ്റെ വിജയമായിട്ട് എനിക്കും തോന്നുന്നത്. നമ്മൾ 3 മണിക്കൂർ നേരം തിയേറ്ററിൽ ഇങ്ങനെ ബലം പിടിച്ച് ശ്വാസം പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. പക്ഷേ ഈ മസറയിലേക്ക് മാത്രം പോയിരുന്നെങ്കിൽ നിരന്തരം ഒരേ സീനുകൾ ആവർത്തിക്കേണ്ടി വന്നേനെ, ഒരേ ഇടത്തിൽ കുടുങ്ങിക്കിടക്കുകയല്ലേ. സിനിമ അങ്ങനെ ആകുമ്പം പ്രേക്ഷകന് മടുപ്പുണ്ടാകും. നമ്മളൊരു വീടിനുള്ളിൽ വെച്ച് സിനിമ നടത്തിയതുപോലെ ആവും. ഒരു സീനിൽ ഒരു വീടിനുള്ളിൽ സിനിമ അങ്ങനെ ആവർത്തിക്കുന്നത് പോലെ മസറ ഇങ്ങനെ ആവർത്തിച്ച് കാണിച്ച് 2 പ്രാവശ്യം മസറ കാണുമ്പോൾ നമ്മുടെ കൗതുകം തീർന്നു. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവന് പുതിയ കാഴ്ചയാണ് കണ്ടത്, പുതിയ അപ്പം സംഭവങ്ങൾ വികസിപ്പിക്കുക എന്നുള്ള കാര്യത്തിലാണ് സിനിമ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനുള്ള സ്വാതന്ത്ര്യം സംവിധായകനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഉറച്ച ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്.
അതോടൊപ്പം തന്നെ നജീബിൻ്റെ ജീവിതം ഇപ്പം പൊതുവെ ചർച്ച ചെയ്യപ്പെടാം. നജീബിന് എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് കൊടുത്തു എന്ന്. നജീബിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുമ്പോൾ എന്നോട് നജീബ് പറഞ്ഞ 2 കാര്യങ്ങളാണ്. എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തു, എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞു. കാരണം എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം എൻ്റെ തൊട്ടടുത്ത് എന്തെങ്കിലും കിട്ടിയാലും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കണതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും വലിയ സന്തോഷമാണ് നജീബ് എന്നോട് പറഞ്ഞു. പിന്നെ എന്തേ ഇങ്ങനെ ഒരു ചർച്ച എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്നോട് നജീബ് പറഞ്ഞതാണ് ഈ പറഞ്ഞത്. അത് പറഞ്ഞില്ലേ, അത് മലയാളിയുടെ മറ്റൊരു ചെറിയ പ്രശ്നമാണെന്നുള്ളതാണ്. നമുക്ക് കൃത്യമായി പറയാൻ പറ്റും നജീബിന് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമ ഇറങ്ങി ഒരാഴ്ചയായിട്ടുള്ളൂ. സിനിമാ പ്രവർത്തകർ എത്ര പൈസ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. കഴിഞ്ഞ ദിവസം ബ്ലിസ്സാർ പറഞ്ഞതുകൊണ്ട്, ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞതുകൊണ്ട് മാത്രം പറയുകയാണ്, സിനിമയിൽ നിന്ന് ബെന്യാമിന് കൊടുത്തതിൻ്റെ 10 ഇരട്ടി ഞങ്ങളുടെ ടീം നജീബിന് കൊടുത്തിട്ടുണ്ട്. എഴുത്തുകാരനായ ബെന്യാമിന് കൊടുത്തതിൻ്റെ 10 ഇരട്ടി കൊടുത്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറ്റബോധമല്ല. പക്ഷേ ഇതൊന്നും ഞങ്ങൾ ഇപ്പോൾ സത്യത്തിൽ ഓൺ ക്യാമറയിൽ പറയാൻ പാടില്ലാത്ത കാര്യം. ഓൺ ക്യാമറയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മൾ ഒരു സുഹൃത്തിന് കൊടുക്കുന്ന, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അയാളുടെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടാണ് ഒരു ചെയ്തതുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന ക്രെഡിറ്റാണ്. പലരും ഇപ്പോൾ പറയും, നജീബിനെ കൊണ്ടുപോയി നിങ്ങൾ പ്രചരണം നടത്തി. നമ്മളെവിടെയും പറയേണ്ടതില്ല. അദ്ദേഹത്തെ ഈ മ്യൂസിക് ലോഞ്ചിൽ കൊണ്ടുവന്ന് ഒരു ആദരവ് കൊടുക്കുക മാത്രമാണ്. അദ്ദേഹത്തെ ഒരു റെക്കഗ്നൈസ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ വിലയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സാധാരണക്കാർ നമുക്ക് വേണമെങ്കിൽ നജീബ് പോട്ടെ എന്ന് പറയാവുന്ന തരത്തിൽ അങ്ങനെ അല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് ഈ മോഹൻലാലുള്ള വേദിയിൽ, പൃഥ്വിരാജുള്ള വേദിയിൽ, AR റഹ്മാനുള്ള വേദിയിൽ, അല്ലെങ്കിൽ ടൊവിനോ വരുന്ന വേദിയിൽ, ഇത്രയും ജനങ്ങൾ കാണുന്ന വേദിയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒന്ന് ആദരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എത്രയോ ലക്ഷം മലയാളികൾ AR റഹ്മാനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോഹൻലാലിന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് AR റഹ്മാനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിലാഭിലാഷം. അപ്പോൾ അദ്ദേഹത്തിന് വരുന്നു. മോഹൻലാൽ ഞാൻ ഭയങ്കര ആദരവോടുകൂടി കാണുന്നൊരു കാര്യം, മോഹൻലാൽ ആ വേദിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നജീബിനെ അടുത്തേക്കുള്ളൂ, നജീബിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കൈ കൊടുത്തു എന്ന് പറയുന്ന അത് നജീബിന് കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് എന്തുകൊണ്ട് അടയാളപ്പെടുത്താൻ പറ്റും? അതിൽ മറ്റുള്ളവരെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതിന് ആ മനുഷ്യനെ ആക്രമിച്ചിട്ട് കാര്യമില്ല. അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അയാൾക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ അതുകൊണ്ട് ഇപ്പം നജീബിനെ എവിടെയെല്ലാം ആൾക്കാർ വിളിക്കുന്നു, ദുബായിലേക്ക് പോകുന്നു. ഇന്നലെ ഒരു വള്ളം നീറ്റിലിറക്കാൻ പോയിക്കുമായിരുന്നു. അത് അയാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമല്ല. നമ്മൾ ആ സന്തോഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കല്ലേ. പണം കൊടുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പണം കൊടുത്ത കഥ നമ്മൾ പറയേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നത്. അത് ഞങ്ങൾ പറഞ്ഞോളൂ. നജീബിന് പരാതി പറയട്ടെ. നജീബിന് പരാതി എനിക്കൊന്നും തന്നില്ല, അതാണ് എൻ്റെ പോയിന്റ്. അല്ല, നജീബ് എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാ, എനിക്ക് കിട്ടാവുന്നതൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ല, അതേ പറഞ്ഞു. അതുകൊണ്ട് നജീബിനില്ലാത്ത പരാതി മലയാളികൾക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ കൊടുക്കാറുണ്ട്, കൊടുത്ത്. ഇപ്പം ഇന്നലെ ബ്ലിസ്സാർ ഒഫീഷ്യലി ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ ഞാനത് പറയത്തില്ലായിരുന്നു. കാരണം അത് പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. സിനിമ ഇനിയും ഓടണം. ഇനി അടുത്ത സിനിമ എന്താണ് കഥ ഒന്ന് പറയൂ. എങ്കിലും ഇപ്പോൾ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ല, അതെന്താ വെച്ചാൽ ആൾക്കാരിപ്പോൾ പറയുന്ന കാര്യം മഞ്ഞവിൽ മരണങ്ങളെന്ന് പറഞ്ഞ നോവലിനെ കുറിച്ചാണ്. അത് പൃഥ്വിരാജ് ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചു ഒക്കെ ചുമ്മാ തമാശയ്ക്ക് പറയുന്നത്. പുള്ളി ഇങ്ങനെ തമാശ അടിക്കുന്ന ആളാണ്. നമ്മൾ പറയുന്ന വിചാരിക്കുന്ന, നമ്മൾ പുറത്ത് കാണുന്ന ആളെയല്ല. വിട്ടോട് വിട്ട ബ്ലിസ് സാറിനെയൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് കളിയാക്കി കൊല്ലുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പറയും, ചേട്ടാ ഒന്നെങ്കിൽ നമുക്ക് മറ്റേ പടം ചെയ്യണ്ടേ, മഞ്ഞവിൽ മരണങ്ങൾ ചെയ്യണ്ടേ എന്നൊക്കെ പറയും. ഒരു രസമുള്ളൊരു കാര്യമുണ്ട്. ഈ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്തെ 2018 അതിൽ അന്ന് പൃഥ്വിരാജ് ഡയറക്ടർ ആയിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ ചോദിക്കും, പടം ഡയറക്റ്റ് ചെയ്യണ്ടേ? പുള്ളിയുടെ ആഗ്രഹമാണ് പറയുന്നത്. സത്യത്തിൽ പടം ഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരാഗ്രഹം അക്കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ് മഞ്ഞവിൽ മരണങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞതല്ലാതെ. പക്ഷേ മഞ്ഞവിൽ മരണങ്ങളുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ആടുജീവിതത്തേക്കാളൊക്കെ വലിയ നോവലാണ്. അത് ഒരു സിനിമയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതൊരു വെബ് സീരീസ് ആക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അങ്ങനെ ചില ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു വെബ് സീരീസ് ആയിരിക്കും അല്ലേ? വെബ് സീരീസ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് അത് വായിച്ചിട്ടുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു ചില ആലോചനകൾ നടക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലുമാണ് നിങ്ങളോട് ആദ്യം പറയും. രഹസ്യത്തെ ഞാൻ വിളിച്ചു പറയാം. പൂർണ്ണ ഇതായിട്ടുണ്ട്, നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ ഞാൻ അവസരം തരാം. അല്ല, അത് ഈ പറയുന്ന പോലെ അത് ഒത്തിരി ചർച്ച നടക്കുന്നു. പക്ഷെ അത് ആവേണ്ട ഒരു സംഭവമാണ്. അതിനകത്ത് അതൊരു ത്രില്ലർ, വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയണം, അതൊരു ത്രില്ലർ സബ്ജക്റ്റാണ്. അതൊരു ഇതുപോലെയുള്ള സാധനമല്ല. ഭയങ്കരമായിട്ട് ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് വന്നത്. ഇപ്പം ആടുജീവിതം അല്ലാതെ പുകഴ്ത്തപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും
ചെറുപ്പക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ മഞ്ഞവിൽ മരണങ്ങളാണ്. ആടുജീവിതം നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മഞ്ഞവിൽ മരണങ്ങളാണ് എന്ന് പറയുന്നത് ഒരോളം ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അവരുടെ ഒരു ഏജിലുള്ള ഒരു പയ്യൻ്റെ കഥ പറയുന്നത് കൊണ്ട് കൂടിയൊക്കെ, ചെറുപ്പക്കാരൻ്റെ പയ്യൻ കഥ പറയുന്നത് കൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണ് നല്ല രീതിയിൽ വായിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. നമ്മളെപ്പോഴും ശുഭപ്രതീക്ഷയും സന്തോഷവും നമ്മൾ മുന്നോട്ട് ഓരോ ദിവസവും അതിനെ പറയാം. ശുഭപ്രതീക്ഷയും സന്തോഷവും സമാധാനവും സ്നേഹവും മാത്രം നമ്മൾ മുന്നോട്ട് കാണുക. ബാക്കിയൊക്കെ പോട്ടെന്നേ, ബാക്കിയൊക്കെ നമ്മൾ എന്തിനാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്? ഒരു കാര്യം വരാനുള്ളത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. ഞാൻ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യവും ഞാൻ ആഗ്രഹിച്ച് തേടി പാഞ്ഞു പോയി വന്നിട്ടുള്ളതല്ല. ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നോവൽ എഴുതണമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മെനക്കെട്ടിരുന്ന് മറ്റെല്ലാവരും ആഹ്ലാദത്തിലും മറ്റേതിലുമൊക്കെ പോകുമ്പോൾ ഞാൻ കുത്തിയിരുന്ന് എൻ്റെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സംഭവിച്ച എല്ലാ കാര്യങ്ങളും അതിന് വരേണ്ടത് കൊണ്ട് മാത്രം വന്നു പോയിട്ടുള്ളതാണ്. ഇപ്പോൾ സിനിമ ആവണം, സിനിമ ആവേണ്ടതിന് അതിനൊരു വിധി ഉണ്ടായിരുന്നതുകൊണ്ട് സിനിമയായി. ഞാൻ രാവിലെ തൊട്ട് എല്ലാ സംവിധായകരുടെയും വീട്ടിൽ പോയിട്ട് സിനിമയാക്കാമോ ഒന്നും ചോദിച്ചിട്ടുള്ളതല്ല. അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുരസ്കാരം, ഇത് ആടുജീവിതത്തിനല്ല, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന പുസ്തകത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം, JCB പുരസ്കാരം, ഏറ്റവും അധികം സമ്മാനത്തുകയുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വിധി മാത്രമാണ് ഉത്തരവാദി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് വരാനുള്ളതാണെങ്കിൽ വരും, സിനിമ ആവാനുള്ളതാണെങ്കിൽ, വെബ് സീരീസ് ആവാനുള്ളതാണെങ്കിൽ വെബ് സീരീസ് ആവും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ എന്തും പൈസ കൊടുത്ത് വാങ്ങണ്ടേ? പൈസ നമുക്ക് സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈസ കൊടുക്കണമല്ലോ, ഭയങ്കര പൈസ മുടക്കണം, കോടിക്കണക്കിന് രൂപ, ഒരു 400-500 കോടി രൂപ അല്ലെങ്കിൽ 600 കോടി രൂപ മുടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ വരെ എത്തിക്കാം. പിന്നീട് അവിടുത്തെ ജൂറിയാണ് തീരുമാനിക്കുക. പക്ഷെ അവിടെ വരെ എത്തിക്കാൻ ഇത്ര മുടക്ക് വരും എന്നാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് നമുക്ക്, ഞാൻ പറയുന്നത് ഇത് ഓസ്കാറിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. നാളെ ചെറുപ്പക്കാർക്ക് ഓസ്കാറിന് വേണ്ടി ശ്രമിക്കാനുള്ള ഒരു തുടക്കം. നമ്മളൊരു കപ്പൽ യാത്ര, വാസ്കോ ഡി ഗാമ യൂറോപ്പിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത് ഒരു തുടക്കമായിരുന്നു. അതിനുശേഷം കപ്പൽ യാത്രകൾ നിരന്തരമാവുകയും കമ്മ്യൂണിക്കേഷൻ ബന്ധപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തി തുടങ്ങിയെന്ന് പറയുന്നത് പോലെ മലയാള സിനിമ നടത്തിയ ഒരു റൈറ്റ് സഹോദരന്മാരുടെ പറക്കലാണ് ആടുജീവിതം സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ ഇതിനേക്കാൾ മികച്ച സിനിമകളുണ്ടാക്കി, ഇതിനേക്കാൾ വലിയ വിമാനങ്ങളുണ്ടാക്കി പറത്തിയതുപോലെ നമുക്ക് പറക്കാൻ, അനന്തവിഹായത്തിലേക്ക് പറക്കാനുള്ള ഒരു ഊർജം ഓരോ ചെറുപ്പക്കാർക്കും കിട്ടും. സിനിമയുടെ പിന്നാലെ അന്വേഷകരായി നടക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതൊരു വലിയ ഊർജ്ജമായി മാറും എന്ന് ഞാൻ വിചാരിച്ചു. ഈ എഴുത്തുകാരനാണ്, ഈ കഥ എഴുതിയതാണ്, എല്ലാം സംഭവിച്ചു. സിനിമ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞ ഒരു സീൻ പറയുവാണെങ്കിൽ ബെന്നിച്ചേട്ടൻ ഏതായിരിക്കും? എൻ്റെ കണ്ണ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ, എനിക്ക് അതിനെ അത്ഭുതപ്പെടുത്തി കണ്ണ് നിറഞ്ഞത് ആദ്യം പൃഥ്വിരാജ് രൂപം മാറി ആ ഗ്ലാസ്സിൽ നോക്കുന്ന രൂപത്തിന് ശേഷം എന്താണ്. പിന്നെ എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞത് അദ്ദേഹം ഈ കുത്തിയിരുന്നിട്ട് ഇതിങ്ങനെ താടിയൊക്കെ മുറിച്ചിട്ട് ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ശരിക്കും കണ്ണ് നിറഞ്ഞു. എൻ്റെ തന്നെ കഥാപാത്രം ഞാൻ എത്രയോ തവണ അതിലൂടെ കടന്നു പോയതായിട്ടാണെങ്കിലും പൃഥ്വിരാജിൻ്റെ ഇതിലൂടെ കണ്ടു. ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അത് ഒന്നെങ്കിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് വല്ലാതെ നിറഞ്ഞു. എന്തൊരു അനുഗ്രഹീത നടനാണ് എന്ന് ഞാൻ വിചാരിച്ചു. പൃഥ്വി ഇല്ലായിരുന്നെങ്കിൽ അതാണ് വേറൊരു കാര്യം. കാരണം പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും വലിയ വിമർശനം പൃഥ്വിരാജിന് എന്ത് ചെയ്യാൻ കഴിയും, ആടുജീവിതത്തിൽ വേറെ എത്രയോ നടന്മാരുണ്ട്, അവരെ എല്ലാവരും കാസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഒരു കാലത്ത് നിലവിളി മുഴുവൻ സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ പൃഥ്വിരാജ് വന്നപ്പോൾ പൃഥ്വിരാജ് അല്ലാതെ മറ്റാരും ചെയ്യാനില്ല മലയാളത്തിലെന്ന് അയാൾ പറയിച്ചു എന്നുള്ളതാണ് അയാളുടെ വിജയം എന്ന് പറയുന്നത്. ഇത് പൃഥ്വിയല്ലാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നിടത്ത് അയാൾ വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പം ബെന്നിച്ചേട്ടൻ പറഞ്ഞ ആ സീനും പിന്നീട് എൻ്റെ കണ്ണ് അറിയിച്ച ആ പാൻസ് എടുത്തിട്ടുള്ള അത് എന്നെ വല്ലാതെ, അത് പാൻസ് എടുത്തിരുന്ന സീൻ എന്ന് പറയുന്നത് ഇന്നലെ ഒരാൾ പറഞ്ഞു വല്ലാത്തൊരു നെടുവീർപ്പ് അത് ഉണ്ടായി. ആ നെടുവീർപ്പ് എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് ആ കഥാപാത്രത്തെ ഓർത്തുള്ള നെടുവീർപ്പും, രണ്ട് പൃഥ്വിരാജ് എടുത്തിട്ടുള്ള ഡെഡിക്കേഷനെ ഓർത്തുള്ള നെടുവീർപ്പും. എൻ്റെ ദൈവമേ, ഇയാൾ ഇത്രയും പണി ഇതിന്മേലെടുത്തല്ലോ എന്ന് തോന്നുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. താങ്ക് യു.